നമസ്കാരം. പ്രസ് മീറ്റിലേക്ക് സ്വാഗതം. എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. തൊഴിലിടത്തിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ പോലീസ് നടപടികൾ വൈകുന്നതായി ആരോപണം. തൃക്കാക്കര ACPക്ക് പരാതി നൽകിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് മടിക്കുകയാണെന്ന് പരാതിക്കാരൻ ആരോപിച്ചു. തനിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് തുരുത്തിക്കര സ്വദേശി സുധീഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ വർദ്ധിച്ചുവരുന്ന പട്ടികജാതി പീഡനത്തെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ നടന്നിട്ടുള്ള എൻ്റെ സുഹൃത്താണ് മിസ്റ്റർ സുധി. അദ്ദേഹം വർക്ക് ചെയ്യണത് കൊച്ചിൻ റിഫൈനറിയിലാണ്. കരാർ ജോലിക്കാരനാണ്. 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ സെയിം ഒരു സിജോ KV എന്ന് പറയുന്ന ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവുമായിട്ട് തൊട്ട് അയൽവക്കത്തുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പീഡന കേസിൽ കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തോട് കള്ളസാക്ഷി പറയാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇദ്ദേഹം അതിനത് വില്ലിങ് ആയില്ല. കാരണം ഒരു സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ടുള്ള കേസായതുകൊണ്ട് തന്നെ സാധാരണ 2 കുട്ടികളെയാണ്, അടുത്തുള്ള 2 മിടുക്കന്മാരായ 2 കുട്ടികളെ പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കള്ളക്കേസ് ചമച്ചത്. എന്നാൽ സുധി അതിന് തയ്യാറായില്ല. അതിന് പകരമായിട്ട് അന്നേ മുതൽ നല്ല രീതിയിൽ വൈരാഗ്യം വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ കിട്ടുന്ന അവസരത്തിൽ തന്നെ പകരം വീട്ടായി എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെ വർക്ക് സൈറ്റിൽ തന്നെ, കൊച്ചിൻ റിഫൈനറിയുടെ വർക്ക് സൈറ്റിൽ തന്നെ ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കരുതി കൂട്ടി നിൽക്കുന്നു. അതായത് ഈ പ്രതികളായ 3 പേരും ഷിജോന്റെ വൈഫ്, ഷിജോന്റെ മകൻ, ഇവർ 3 പേര് അന്നേ ദിവസം ലീവ് എടുത്ത് അവർ 3 പേരും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഇവർ 3 പേരും കരുതി കൂട്ടി ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിന് ആവശ്യമായ രീതിയിൽ തന്നെ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുകയും ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ടും ജാതി ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടും വലിയ രീതിയിൽ ആക്രമണത്തോടു കൂടി ഈ ഷിജോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ജിഷ ഷിജോ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് പരിക്ക് പറ്റുകയും അപമാനിതനായി തോന്നുകയും മാനസികമായ വിഷമം തോന്നുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വീട്ടിലേക്ക് പോവുകയും ആരോടും ഈ കാര്യം പറയാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവര് ഭീഷണിപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പുറത്തു പറയുകയോ ഇങ്ങനൊരു സംഭവം 4 ആൾ അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ കള്ള പീഡന കേസിൽ ഉൾപ്പെടുത്തി നിന്നെ ജയിലിൽ അടയ്ക്കും, നിന്റെ ജോലി കളയും. ഈ രീതിയിലാണ് ത്രെട്ടൻ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ആരോടും സംസാരിക്കാതെ വീട്ടിൽ പോവുകയും അല്ലാതെ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുകയും ചെയ്തു. തുടർന്ന് രാത്രി സ്വന്തം ഭാര്യയാണ് ചോദിക്കുന്നത് എന്താണ് പറ്റിയത്. തലർക്കവും വിഷമങ്ങളൊക്കെ ഉണ്ടായി. പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ ഭാര്യ ചോദിച്ചു എന്താണ് സംഭവം. അപ്പോഴാണ് പുള്ളി ഭാര്യയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ഭാര്യ ഉടനെ തന്നെ മുളന്തുരുത്തി ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി. തുടർന്ന് 12-ാം തീയതി 10-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 12-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് റിഫൈനറി കോമ്പൗണ്ടിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് 12-ാം തീയതി കേസുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ACPക്ക് പരാതി കൊടുത്തു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ പരാതി കേൾക്കുകയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇനി അവിടെ CCTV ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കൃത്യം നടക്കുന്നതിൻ്റെ അവിടെ കമ്പനിയുടെ കൊച്ചിൻ റിഫൈനറി ഒരു നവരത്ന കമ്പനിയാണെന്ന് അറിയാലോ. അവിടെ തന്നെ വലിയ ക്യാമറകൾ ഒരുപാടുണ്ട്. ക്യാമറ ആ CCTV ദൃശ്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഈ ഇദ്ദേഹത്തിന് ഇതൊരു കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണടയെല്ലാം താഴെ വീണ് പൊട്ടിപ്പോയി അടിച്ചൊടിച്ചു. അപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പരാതി പറഞ്ഞപ്പോൾ ACP കൃത്യമായിട്ട് അതൊക്കെ രേഖപ്പെടുത്തുകയും അത് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങളുടെ പരാതി, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്, മൊബൈൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തെളിവായിട്ട് നമുക്ക് കാണിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പിന്നീട് നടന്ന കാര്യങ്ങളാണ് വളരെ ട്വിസ്റ്റായിട്ട് നടന്നേക്കുന്നത്. നീതിപൂർവ്വം പോലീസ് ഇടപെട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആക്ഷേപം. 12-ാം തീയതി പരാതി കൊടുത്തു, ACPക്ക് പരാതി കൊടുത്ത് 13-ാം തീയതി തന്നെ അവർ സംഭവം നടന്നത് അമ്പലമേട് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ അങ്ങോട്ട് ഇൻഫർമേഷൻ കൈമാറി 13-ാം തീയതി തന്നെ എന്നെ അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി എൻ്റെ മൊഴി വാക്കാലെടുക്കുകയും സംഭവ സ്ഥലത്ത് വൈകുന്നേരം 5 മണിക്ക് ഞാൻ കൊണ്ടുപോയി CCTV സംഭവം, ബൈക്ക് പാർക്കിംഗ് ഏരിയ എല്ലാം CCTV ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കുകയും അന്ന് തന്നെ SIയും ആൾക്കാരും പോയി വിഷ്വൽ കാണുകയും ചെയ്തു. ഇതൊരു അട്രോസിറ്റി കേസായിട്ട് പോലും അന്നത്തെ ദിവസം 13-ാം തീയതി 13-ാം തീയതി ഈ പോലീസിന് ബോധ്യപ്പെട്ടിട്ട് FIR ഇടാതെ അവരത് 23-ാം തീയതി ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് 23-ാം തീയതിയിലേക്ക് FIR തള്ളിച്ചു. അതാണ് പോലീസിൻ്റെ എനിക്കെതിരെയുള്ള ഒരു പരാതി. പിന്നെ ACPക്ക് 25-ാം തീയതി വന്നാണ് ACP ഈ മറസൽ തയ്യാറാക്കാനായിട്ട് വന്നത്.
അപ്പോൾ അത് അന്നേരം ഞാൻ എ സി പി സാറിനോട് ചോദിച്ചു, സാർ ഇതെന്താണ്, ഞാൻ 12-ാം തീയതി പരാതി എന്നുള്ളത് 13-ാം തീയതി എന്താണ് വിളിച്ച് അന്വേഷിച്ചിട്ട് എന്തുകൊണ്ട് എഫ്ഐആർ ഇട്ടില്ല, ഇതെന്താ 21 പറഞ്ഞിട്ട് എന്ന് ചോദിച്ചപ്പോൾ എ സി പി കണ്ടു പറഞ്ഞത് ഇതല്ല എഫ്ഐആർ, ഇതിന് ഞാൻ മകസൂർ തയ്യാറാക്കി CCTV വിഷയിലെല്ലാം പോയി കണ്ടിട്ട് അതിനുശേഷം ഞാൻ എഫ്ഐആർ ഇടും, അതാണെന്നാണ് പറഞ്ഞ് എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 26-ാം തീയതി എന്നെ വിളിച്ച് ACPയുടെ ഓഫീസിൽ വിളിച്ച് വരുത്തിയിട്ട് എൻ്റെ ഒടിഞ്ഞുപോയ കണ്ണടയും എൻ്റെ മെഡിക്കൽ രേഖകളെല്ലാം മേടിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും കേസ് രേഖകളിലോ കേസ് ഫയലുകളിലോ ഒന്നും എഫ്ഐആറിലൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുമൂലം അവർക്ക് എതിർ കക്ഷികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. ഈ എഫ്ഐആർ മനഃപൂർവ്വം വൈകിച്ചിട്ടുണ്ട്. തൊട്ടയലോകവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിരുന്നു. അദ്ദേഹം മദ്യപിക്കുന്ന ആളാണ്, സ്ഥിരമായിട്ട് പല പ്രശ്നങ്ങളും കമ്പനിക്ക് അകത്ത് തന്നെയാണ് പല ജീവനക്കാരോട് മോശമായിട്ട് കായികമായിട്ട് അടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു കായികമായിട്ട് നല്ല ബലമുള്ള ഒരാളാണ്. അപ്പൊ എല്ലാവരും കായികമായിട്ട് ഒതുക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നടക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളാണ്. നിരവധി ആളുകളുടെ പ്രശ്നങ്ങളുണ്ട്. കാരണം 1-2 കാരണങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, അയൽപക്കത്ത് വഴക്ക് നടന്ന സമയത്ത് പുള്ളി മദ്യപിച്ച് ചെന്നിട്ട് പോകുന്ന അയൽപക്കത്തെ വീടിൻ്റെ റോഡ് സൈഡിൽ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടുകാർ പട്ടീനെ മൂത്രമൊഴിപ്പിക്കാനൊക്കെ ആയിട്ട് റോഡിൽ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം വരുമ്പോൾ സമയത്ത് പട്ടി കുറച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരേ അടുത്ത് ചെന്ന് വാക്കത്തെടുത്തിട്ട് വന്ന് വെട്ടാനും കുത്താനൊക്കെ വെള്ളം ഉണ്ടാക്കി ആ വീട്ടിലെ പിള്ളേരത് മൊബൈലിൽ ചിത്രീകരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കേസിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ശബ്ദം കേട്ടിട്ടാണ് ഈ ഷിജോ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയും മക്കളും ഓടി വരുന്നത്. അവർ വന്ന് ഇയാളെ പിടിച്ച് വലിച്ച് അകത്ത് കൊണ്ടുപോയി ഒരു വീട് തല്ലി പൊളിച്ചിട്ട് ഈ സ്ത്രീയുടെ തന്നെ വസ്ത്രം വലിച്ചു കയറി, ഷിജോയുടെ ഭാര്യയുടെ വസ്ത്രം വലിച്ചു കയറിയിട്ട് ഇവർ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പോയി കേസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇദ്ദേഹമായിട്ട് നല്ല പരിചയമുണ്ട്. ഒരു 2 കൊല്ലം 1.5-2 കൊല്ലം മുമ്പുള്ള കാര്യമാണത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വേറെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യനെ ഇങ്ങനെ താഴത്തെ വീട്ടിലെ പിള്ളേർ കയറി ആക്രമിക്കാൻ കയറി വീട്ടിൽ കയറി, അപ്പോൾ നീ സുധീഷിനെയും വിളിച്ചിട്ടൊന്ന് എത്രയും പെട്ടെന്ന് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ചെല്ലുകയുണ്ടായി. അവിടെ ചെല്ലുമ്പോൾ ഈ ഷിജോ എന്ന് പറഞ്ഞ ആൾ ഡ്യൂട്ടി ഡോക്ടറായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, ശബ്ദം ഉണ്ടാക്കുകയാണ്, ഇവരെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഡോക്ടർ നോക്കി പറഞ്ഞു, ഇവർക്ക് ഒരു ബലാത്സംഗത്തിൻ്റെ ആൾ കയറി പിടിച്ചതിൻ്റെ ഒരു പരിക്കുകളൊന്നും ഈ സ്ത്രീയുടെ ദേഹത്തില്ല, നിങ്ങൾക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവം പറഞ്ഞു, എനിക്ക് കേസ് കൊടുക്കണം, എനിക്ക് കേസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, കേസ് കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്, ഇത് ആശുപത്രിയിലല്ല, നിങ്ങളിവിടെ ബഹളം പറ്റാൻ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസിനെ വിളിക്കും എന്ന് പറയുകയും ഇദ്ദേഹം വന്ന് കാറിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അവിടെ അടുത്ത് വന്ന് നിൽക്കുകയുണ്ട്. ഞാനിത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, ബൈക്കിൽ വന്നതാണ് ആ സമയത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഇദ്ദേഹം പറഞ്ഞു, സുധി നീ ഒരു കാര്യം ചെയ്യണം, നീ നാളെ കരിമൂല സ്റ്റേഷനിൽ ലീവ് എടുത്തിട്ട് കരിമൂല സ്റ്റേഷനിൽ എൻ്റെ അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നത് ഒത്തുതീർപ്പായപ്പോൾ ഇവർ കൗണ്ടർ കേസ് കൊടുത്ത്. അപ്പോൾ സ്റ്റേഷനിൽ വരണം, സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഞാൻ ജോലി കഴിഞ്ഞ് പോകുന്നത് ആ റോഡ് സൈഡ്, ഇവൻ്റെ വീട് ഷിജോയുടെ വീട് റോഡ് സൈഡാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ കണ്ടു ഈ പിള്ളേരും ഈ ഇവൻ്റെ ഭാര്യനെ കയറി പിടിക്കണ കണ്ടു എന്ന് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു, കള്ളസാക്ഷി പറയാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഞാൻ കാണാത്ത ഞാൻ പറയില്ല. അതോടുകൂടി പുള്ളി നമ്മളായിട്ട് ഒരു മാനസികമായിട്ട് അവനും ഫാമിലിയും പെട്ട ഒരു കാര്യമായതുകൊണ്ട് എന്നോട് വ്യക്തിപരമായും കൂടി അങ്ങോട്ട് വൈരാഗ്യം മനസ്സിൽ കൂടി. ഇതേപോലെ തന്നെ ജോലി സ്ഥലത്ത് ഞാൻ മോർണിംഗ് ഷിഫ്റ്റാണ് നമ്മൾ ജോലിക്ക് കയറുന്നത്. ഒരു 6 മണിയായപ്പോൾ ജോലിക്ക് കയറാൻ സമയത്ത് കയറുമ്പോൾ ബിജു എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറെ ഇദ്ദേഹം മർദ്ദിക്കുകയുണ്ടായി. കമ്പനി കോമ്പൗണ്ടിൽ വെച്ച് തന്നെ മർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ഈ മർദ്ദനയേറ്റ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ ആകെ വിഷമിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒന്നില്ലെങ്കിൽ അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിയൻ ഉണ്ടല്ലോ യൂണിയനിൽ പോയി പരാതി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇത് കേട്ടോണ്ടാണ് അടിയും കഴിഞ്ഞ് തെറിയും പറഞ്ഞ് കേട്ടോണ്ടാണ് അവനങ്ങ് പോകുന്നത്. ഈ ബിജു എന്ന് പറഞ്ഞ ആളപ്പം തന്നെ അവരുടെ യൂണിയനിൽ പോയി പരാതി കൊടുക്കുകയും ഇദ്ദേഹത്തിനെ യൂണിയനിൽ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാൽ ഇവനൊരു മറക്കടമുഷ്ടിക്കാരനായിരുന്നു, ഇവൻ അങ്ങോട്ട് പോകില്ല, യൂണിയനിലെ ഓഫീസിൽ ചെല്ലില്ല സംസാരിക്കാനായിട്ട്. അങ്ങനെ യൂണിയൻകാർക്കും വിഷമമായി, അവർ INTUC യൂണിറ്റിൽ പെട്ടാണ്. അപ്പോൾ അവർക്ക് മാനസിക പ്രശ്നങ്ങളോ ഈ ഒരു നേതാക്കന്മാരെ വിളിച്ചിട്ട് ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ട് വിളി ചെല്ലില്ല. അങ്ങനെ അതപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഇവൻ്റെ ഷിജോയുടെ ഭാര്യയും 2 മക്കളും വന്ന് ജോലിക്ക് കയറുന്നുണ്ട്. അപ്പോൾ യൂണിയൻ്റെ ആൾക്കാർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ സ്ത്രീയും നിങ്ങളുടെ ഭാര്യയും 2 മക്കളും ജോലിക്ക് കയറണ്ട, താങ്കൾക്ക് AVTS കിട്ടിയാന്നാണ്, അതുകൊണ്ടാണ് താങ്കൾ ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ട് വരാത്ത, തെറ്റ് ചെയ്തിട്ട് പോലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് കയറിക്കോ, ഭാര്യയും മക്കളും നാളെ വല്ല യൂണിയൻ്റെ കീഴിൽ പണിക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയുടെ മക്കളെ പണി പോകുന്ന സ്ഥിതിക്ക് വന്നപ്പോൾ പുള്ളിക്ക് അവിടെ യൂണിയൻ ഓഫീസിൽ ചെല്ലുകയും ഈ ബിജു എന്ന് പറഞ്ഞ ചേട്ടനോട് പരസ്യമായിട്ട് മാപ്പ് പറയുകയും ചെയ്തു. യൂണിയൻ അവിടെ 10 ദിവസം പുറത്ത് നിർത്തി. അപ്പോൾ അതിലേക്ക് ഞാനാണ് ബിജു ചേട്ടനോട് അല്ലെങ്കിൽ തല്ലുകൊണ്ടിട്ട് പുള്ളി പോയതിനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ബിജു ചേട്ടൻ ഈ പരാതിക്ക് പോയത്. ഇതൊക്കെ വലിയ കടുത്ത മാനസിക വൈരാഗ്യം, അത് പുള്ളിയും പുള്ളിയുടെ ഫാമിലിയും പെട്ടൊരു കാര്യമാണ്.
അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ലെവലിൽ കമ്പനിയിലുള്ളിൽ എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക. ശ്രീകുമാർ എന്ന് പറഞ്ഞ ഡ്രൈവറെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ അവൻ പുലയനല്ലേ, നീ ആ പുലയന്റെ പുറകെ എന്തിനാണ് കൂട്ടുകൂടി നടക്കണേ, അവനോട് ശരിയല്ല, അവൻ മോശക്കാരനാണ്, അവരൊക്കെ സമൂഹത്തിൽ വിലയില്ലാത്തവനാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ പല സ്ഥലത്തുനിന്നും പല അനുഭവങ്ങളും, എനിക്ക് ദുരനുഭവം അവൻ്റെ ഭാഗത്ത് നിന്ന് നേരിടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമ്പനിയിൽ ഞാൻ ഓടിക്കുന്ന വാഹനത്തിൽ റിവേഴ്സ് ക്യാമറയിൽ പെൻഡ്രൈവിൽ റിവേഴ്സ് ക്യാമറയിൽ വീഡിയോ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ പെൻഡ്രൈവിൽ മാറ്റി വിദേശത്ത് മറ്റുള്ള ആളുകൾ കൊടുക്കുകയാണെന്നൊക്കെ പുള്ളി വിജിലൻസിൽ പോയി പരാതി കൊടുത്തിട്ട് വിജിലൻസുകാർ വന്ന് എൻ്റെ വണ്ടി റെയ്ഡ് ചെയ്യും. കമ്പനിയിലെ CSFിലെ വിജിലൻസുകാർ വന്ന് എൻ്റെ വണ്ടി റെയ്ഡ് ചെയ്യും. ഇലക്ട്രിക് ഉപകരണ സാധനങ്ങളെല്ലാം ഉണ്ടോ, എൻ്റെ ദേഹപരിശോധന എല്ലാം നടത്തുകയുണ്ടായതാണ്. എൻ്റെ ജോലി കളയിപ്പിക്കാൻ വേണ്ടി പുള്ളി കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവറായിട്ടാണ് കുറേ നാളുകളായി പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഈ 9-ാം തീയതി ഞാനും പുള്ളിയായിട്ട് ഒരു അഭിപ്രായത്തിൽ ഈ ജാതി ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ പല സ്ഥലത്തും പോയി ജാതി പറഞ്ഞിങ്ങനെ അധിക്ഷേപിക്കുന്നതോടെ ഞാൻ ചോദിച്ചത് മേലിൽ ആവർത്തിച്ചാൽ നമ്മൾ തമ്മിൽ പ്രശ്നമാവും, ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ലെവലിൽ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ കാണിച്ചു തരാം, നിനക്ക് ഞാൻ പണി തരാൻ പോവാ, നീ കണ്ടിരുന്നു എന്ന് തന്നെ ഒരു വാക്കും പറഞ്ഞിട്ട് പോയിട്ടാണ് 10-ാം തീയതി അന്ന് 3 പേരും അച്ഛനും മകനും ഭാര്യയും ജോലിക്ക് കയറിയില്ല. ജോലിക്ക് കയറാതെ അവരവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കമ്പനി കോമ്പൗണ്ട് അകത്തുനിന്ന് വരണം. ഞാൻ തൊഴിലുള്ള സ്ഥലമാണ്, എനിക്ക് ജോലി ചെയ്തിട്ട് അവിടെ മാന്യമായിട്ട് എനിക്ക് ജോലി കഴിഞ്ഞ് പോകണ്ടേ. ഞാനൊരു പട്ടികജാതിക്കാർ വിവാദത്തിൽപ്പെട്ട ഒരാളാണ്, എനിക്ക് ജീവിക്കട്ടെ, എനിക്ക് ഭാര്യയുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, വാടകയ്ക്ക് താമസിക്കണ്ട, സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. നമ്മൾ അത്ര കഷ്ടപ്പെട്ട് നമ്മൾ ജീവിച്ചു പോകുന്നതാണ്. അതുകൊണ്ടുള്ള മാനസിക വിഷമം കൊണ്ടും ഈ പട്ടികജാതി എനിക്കുണ്ടായി ദുരനുഭവം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു സംഭവത്തിൽ വന്ന് പത്രസമ്മേളനം നടത്തണം. ഇത് കൈ വിട്ടു നമുക്കത് ബുദ്ധിമുട്ടായി പോയി, മാനസികമായിട്ട് ജീവിക്കാൻ പോലും പറ്റാത്ത ലെവലിലേക്ക് ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യും, എൻ്റെ തൊഴിലെടുക്കാൻ പോലും എനിക്ക് ഭീഷണിയും എല്ലാം കൊണ്ട്. അപ്പോൾ എന്നിട്ട് ഈ ഭാര്യനെ വിട്ട് എന്നെ അടിപ്പിക്കുക. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി CCTV അവിടെ ഉണ്ട്, എന്നെ വന്ന് മർദ്ദിക്കുക, ഒരുപാട് മർദ്ദിക്കുമ്പോൾ ഞാൻ തിരിച്ചടിക്കും. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും മോശമായിട്ട് രീതിയിൽ സംസാരിക്കുകയും ചീത്ത വിളിക്കുകയോ ഒക്കെ പറയുമ്പോൾ പുള്ളിക്കാരത്തി ഇവർ വിചാരിച്ച് ഞാൻ തിരിച്ചടിക്കും. അപ്പോൾ ആ CCTVയിൽ അതുണ്ടാവും. എന്നെ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കാം എന്നുള്ള ലെവലിലാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഈ ഷിജോ എന്ന് പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത്. മകനും കൂടെ കൂട്ടി നിന്നിട്ടാണ്, മകൻ തൊട്ടടുത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്, വിഷുവിലുണ്ട്, CCTV ദൃശ്യങ്ങൾ കണ്ടാൽ ഇതെല്ലാം മനസ്സിലാവുന്നതാണ്. എന്നിട്ട് ഇവര് അതിനുശേഷം ഞാൻ SCBക്ക് പരാതി കൊടുത്ത കാര്യം പറഞ്ഞില്ലേ, പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥ എന്ന് പറഞ്ഞാൽ പോലീസ് ഈ 12-ാം തീയതി കൊടുത്ത ഇതിൽ 13-ാം തീയതി എന്നെ വിളിച്ച് അന്വേഷിച്ച് CCTV ദൃശ്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും അവിടുത്തെ അമ്പലമേട് CA എന്നെ വിളിച്ച് സംസാരിക്കുന്ന റെക്കോർഡിങ് വരേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ അദ്ദേഹം കണ്ട് ബോധ്യപ്പെട്ടു. ആ സ്ത്രീ വെയിറ്റ് ചെയ്ത് ഇന്ന് നിങ്ങളെ അടിക്കുന്ന അതിന് പല പ്രാവശ്യം മാറി ആക്രമിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്, CCTV കണ്ടതാണെന്ന് പറഞ്ഞിട്ട് പോലും ആ FIRൽ പോലും ഇത് രേഖപ്പെടുത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പോലീസ് അവരുടെ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയില്ല മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് എൻ്റെ പത്രസമ്മേളനത്തിലുള്ള എൻ്റെ ഏറ്റവും വലിയ ഒരു പട്ടികജാതിക്കാരനായിട്ട് എനിക്ക് ഉണ്ടാവുന്ന ദുരനുഭവം. അത് വല്ലാത്തൊരു ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഇത് സംഭവിക്കുന്നത്. ഈ പത്രസമ്മേളനം നടത്തുകയാണ്.